പ്രാദേശിക സംഘർഷാവസ്ഥ തുടരുന്നതിനിടെ വിമാന സർവീസുകൾ നിർത്തിവെച്ച് കൂടുതൽ വിമാന കമ്പനികൾ. ബഹ്റൈൻ, കുവൈറ്റ്, സൗദി അറേബ്യ എന്നിവിടങ്ങളിലേക്കുള്ള വിവിധ സർവീസുകളാണ് വിമാന കമ്പനികൾ റദ്ദാക്കിയത്. നിലവിലെ സാഹചര്യത്തിൽ യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് സർവീസ് സ്ഥിതി പരിശോധിക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. പ്രവർത്തനാധിഷ്ഠിത കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വിമാന സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ് കൂടുതൽ വിമാന കമ്പനികൾ. ബഹ്റൈൻ, കുവൈറ്റ്, സൗദി അറേബ്യ എന്നിവിടങ്ങളിലേക്കുള്ള വിവിധ സർവീസുകളാണ് ഇത്തിഹാദ് എയർവേസും എയർ അറേബ്യയും റദ്ദാക്കിയത്. അബുദാബി, ബഹ്റൈൻ റൂട്ടിലെ സർവീസുകൾക്ക് പുറമെ അബുദാബിയിൽ നിന്ന് കുവൈറ്റിലേക്കുള്ള സർവീസും കുവൈറ്റിൽ നിന്ന് അബുദാബിയിലേക്കുള്ള സർവീസുകളും ഇത്തിഹാദ് റദ്ദാക്കി. ബാധിക്കപ്പെട്ട യാത്രക്കാർക്ക് ബദൽ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കാൻ കമ്പനി നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഷാർജ, കുവൈറ്റ് റൂട്ടിലെ സർവീസുകളും ഷാർജ, ബഹ്റൈൻ റൂട്ടിലെ സർവീസുകളും ഷാർജ, അബ്ഹ റൂട്ടിലെ സർവീസുകളും അബുദാബി, കുവൈറ്റ് റൂട്ടിലെ സർവീസുകളുമാണ് എയർ അറേബ്യ റദ്ദാക്കിയത്. വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിനു മുൻപ് ടിക്കറ്റ് വിവരങ്ങളും വിമാനങ്ങളുടെ നിലവിലെ സ്ഥിതിയും പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. പ്രാദേശിക സംഘർഷാവസ്ഥ തുടരുന്നതിനിടെ യുഎഇയിൽ നിന്നുള്ള ചില വിമാന സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. അതേസമയം എമിറേറ്റ്സും ഫ്ലൈ ദുബായും പ്രധാന സർവീസുകളിൽ മാറ്റങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. സൗദിയെയും ഒക്ടോബർ അവസാനം വരെയുള്ള റദ്ദാക്കലുകളും സമയക്രമത്തിലെ മാറ്റങ്ങളും റിസർവേഷൻ സംവിധാനത്തിൽ പുതുക്കിയതായി അറിയിച്ചു. ഖത്തർ എയർവേസ്, ബഹ്റൈൻ, എർബിൽ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള യാത്രാ സർവീസുകൾ ജൂലൈ 31 വരെ റദ്ദാക്കിയിരുന്നു. ബ്രിട്ടീഷ് എയർവേസ് ദുബായ്, ബഹ്റൈൻ, അമ്മാൻ, ടെൽ അവീവ് സർവീസുകൾ ഒക്ടോബർ 31 വരെ നിർത്തിവച്ചിട്ടുണ്ട്. സിംഗപ്പൂർ എയർലൈൻസ്, എയർ കാനഡ, കാത്തെ പസഫിക്, ഫിന്നെയർ, ITA എയർവേസ് എന്നിവ ദുബായ് സർവീസുകൾ ഒക്ടോബർ 24 വരെ നിർത്തിവച്ചു. ലുഫ്താൻസയും സ്വിസ് എയർലൈൻസും സെപ്റ്റംബർ 13 വരെ ദുബായ് സർവീസുകൾ പുനരാരംഭിക്കില്ല. എജിയൻ എയർലൈൻസ്, എയർ അസ്താന എന്നിവ ഓഗസ്റ്റ് 31 വരെ ദുബായ് സർവീസ് നിർത്തിവച്ചിട്ടുണ്ട്. KLM ഓഗസ്റ്റ് 23 വരെയും ഫിലിപ്പൈൻ എയർലൈൻസ് ഒക്ടോബർ 2 വരെയും ദുബായ് സർവീസുകൾ നിർത്തി. ഈ സാഹചര്യത്തിൽ യാത്രക്കാർ വിമാന കമ്പനികളുടെ ഔദ്യോഗിക വെബ്സൈറ്റുകളും ആപ്പുകളും പരിശോധിക്കുകയും യാത്രയ്ക്ക് അധിക സമയം നൽകുകയും വേണം. മേഖലയിൽ സുരക്ഷാസ്ഥിതി അതിവേഗം മാറുന്നതിനാൽ വിമാന സർവീസുകളിലും സമയക്രമത്തിലും അവസാന നിമിഷം മാറ്റങ്ങൾ ഉണ്ടായേക്കാമെന്നും മുന്നറിയിപ്പുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.